നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, PH ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വേക്കൻസി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസി തന്നെയാണ്. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന വേക്കൻസിയാണ്. ചരിത്രത്തിൽ PH ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇതിൽ പ്രസ്തുത യോഗ്യതയുള്ള എല്ലാവർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം 30-ാം തീയതിയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോഴോ തന്നെ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ അത് അപ്പിയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രസ്തുത യോഗ്യതയുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. മറന്നു പോകരുത്. ഇതിന്റെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. ഈ 4/9/2024 എന്നത് ഓർക്കുക. ഈ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ പ്രസ്തുത യോഗ്യതയുള്ളവർ ഇത് അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്താണ് ഇതിന്റെ കാറ്റഗറി നമ്പർ? 239/2024 ആണ്. ഒരിക്കൽ കൂടി പറയാം, ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 239/2024 ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്? ഇത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിയമിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്. ആ തസ്തികയുടെ പേര് എന്ന് പറയുന്നത് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇത് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സെക്ഷനിലേക്ക് തന്നെയാണ് നിങ്ങളെ നിയമിക്കുന്നതും. ഇനിയും ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. അതായത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ 33 വേക്കൻസികളാണ് ഉള്ളത്. അതായത് ഓർത്തിരിക്കുക, 33 വേക്കൻസികൾ നിലവിൽ നോട്ടിഫൈ ചെയ്യുമ്പോൾ ഉണ്ട്. ഇനി എക്സാം കഴിഞ്ഞ്, അതായത് ഇതിന്റെ എക്സാം ടൈം ഒക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഈ വേക്കൻസി കൂടും. കാരണം ഇതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് പരീക്ഷ കഴിയുമ്പോൾ 1 വർഷമെങ്കിലും കഴിയുമെന്ന് ഓർക്കണം. അപ്പോൾ ഈ വേക്കൻസി എന്താവാം, 40-ന് മുകളിലേക്ക് ഉയർന്ന് 50 വരെയോ ചിലപ്പോൾ 100 വരെയൊക്കെ എത്തിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയും ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി. OBC, SC, ST മുതലായ വിഭാഗങ്ങൾക്ക് മതിയായ ഏജ് ഇളവ് ഉണ്ടാവും. OBCക്ക് 3 വർഷവും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ഇതിന് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിന് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവണം, +2 പാസ്സായ ശേഷമുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതായത് ഈ ഡിപ്ലോമ നൽകുന്നത് ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ്. നമ്മുടെ ഈ റിക്രൂട്ട് ചെയ്യുന്ന അതേ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ഡിപ്ലോമ നൽകുന്നത്. പ്രധാനമായിട്ടും ഡയറി സയൻസ്, പൗൾട്രി പ്രൊഡക്ഷൻ, ലാബറട്ടറി ടെക്നിക്സ്, ഇത്രയും വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇത് 2 സെമസ്റ്റർ മാത്രമുള്ള ഒരു ഡിപ്ലോമയാണ്. ഇത് നൽകുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസുമാണ്. ഇതിൽ ഡിപ്ലോമയുള്ളവർക്ക് +2 കഴിഞ്ഞ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇനിയും ഇതല്ലാത്ത ഒരു വിഭാഗത്തിന് കൂടി അപ്ലൈ ചെയ്യാം. അത് BSc ആണ്. BSc ഡിഗ്രി. BSc ഡിഗ്രി ഏതിലാണ്? BSc ഡിഗ്രി പ്രധാനമായിട്ടും ഉള്ളത് PPBM, പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തിൽ. അതും ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. മറ്റു ചില യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തിൽ BSc ഉള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് PSCയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഡിപ്ലോമ മാത്രമായിരുന്നു. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് ആഡഡ് ആയിട്ട് എന്ത് വന്നു, BSc എന്ന് പറയുന്ന ഒരു ഡിഗ്രി കൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 യോഗ്യതയുള്ളവരും എന്ത് ചെയ്യുക, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളൊരു കാര്യം. ഇനി രണ്ടാമതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിലബസ് ആണ്. ഈ സിലബസ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിനകത്ത് ഈ കോഴ്സുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഇതിന്റെ സിലബസ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ പ്രഗത്ഭരായ അധ്യാപകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് അവതരിപ്പിക്കുകയും അതിന്റെ ഡീറ്റെയിൽസ്
ഡീറ്റെയിൽസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു വെബിനാർ ഉടൻ തന്നെ കണ്ടക്ട് ചെയ്യും. ആ വെബിനാറിനകത്ത് ഓരോ മേഖലയിൽ നിന്നും എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഏതിനൊക്കെയാണ് വെയിറ്റേജ്, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സൗജന്യ വെബിനാർ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും. കൃത്യമായിട്ട് നിങ്ങളെ വെബിനാറിന്റെ കാര്യം ഞങ്ങൾ അറിയിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യോഗ്യതയുള്ള എല്ലാവരും, ഇത് എഴുതാൻ പറ്റുമെന്ന് യോഗ്യതയുള്ള ഉറപ്പുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും അതിൽ തീർത്തു തരുന്നതായിരിക്കും എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഇനിയും ഏണസ്റ്റ് അക്കാഡമി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാം അസിസ്റ്റന്റിന്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വളരെ കൃത്യവും വ്യക്തവുമായ ക്ലാസ്സുകളായിരിക്കും. നമ്മൾ ഓൾറെഡി ഈ യൂണിവേഴ്സിറ്റിയുടെ സിലബസുകളൊക്കെ എടുത്ത് ഡീറ്റെയിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ്, അത് ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇതിൽ നൽകിയിരിക്കുന്ന നമ്പറിലുടൻ ബന്ധപ്പെടുക. അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ലേണിംഗിന്റെ ആപ്പ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറി ഇതിൽ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. ഈ യോഗ്യത ഉള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയറിൽ കിട്ടാവുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിയാണ്, അതായത് ഗവൺമെന്റ് സെക്ടറിലെ ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓർത്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ അവസരം പാഴാക്കരുത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് PSC ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ മത്സരിക്കുന്നത് തുല്യതയോട് കൂടിയാണ്. എല്ലാവരും ഒരേ തലത്തിലേക്ക് ഇവിടെ മത്സരത്തിലെത്തുന്നു. നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നവരെന്നോ നേരത്തെ അറിവുള്ളവരെന്നോ എന്നുള്ള ഒരു വ്യത്യാസം ഇവിടെ വരില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ്. ഇനി പ്രിപ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് മറക്കരുത്, നമ്മൾ എന്ത് ചെയ്യുക, ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ബന്ധപ്പെടുക. ഇനി ഇത് ബന്ധപ്പെടാൻ പറ്റാത്തവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിനുള്ള എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം എന്ത് തന്നെയായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിജയാശംസകൾ. ഗുഡ് ബൈ.